മലപ്പുറത്തിന് ഒരു മിനി ഊട്ടി ഉണ്ട്. അതുപോലെ നമ്മുടെ മലപ്പുറത്തിൻ്റെ മീശപ്പുലിമലയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ രാവിലെ 6 മണി. ഇന്ന് നമ്മളൊരു പക്ക ഓഫ് റോഡ് കയറാൻ പോവാണ്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ അടുത്തൊരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മീശപ്പുലിമല എന്ന് പേര് വീണ നമ്മുടെ സ്വന്തം ചെകുത്താൻ പാറയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മലപ്പുറം ജില്ലയിലെ മങ്കട ഗ്രാമപഞ്ചായത്തിലെ കടന്നമണ്ണ, വെല്ലില എന്നീ പ്രദേശങ്ങളുടെ മുകൾ ഭാഗത്തായിട്ടും ചേരിയമ്മലയുടെ ഒരു വശത്തായിട്ടും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ദിവസവും അവിടെ നൂറുകണക്കിന് സന്ദർശകരാണ് ഇപ്പോൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകാൻ ധാരാളം വഴികളുണ്ട്. മഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ നിന്നാണെങ്കിൽ കടന്നമണ്ണ, വേരുമ്പിലാക്കൽ, ആയിരനായിപ്പടി, വെള്ളില യൂക്കേപ്പടി എന്നിവിടങ്ങളിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അങ്ങോട്ട് എത്താവുന്നതാണ്. പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റൂട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ നെമ്മിനിയിൽ നിന്നും അതുപോലെ പന്തല്ലൂർ ഭാഗങ്ങളിൽ നിന്നും അങ്ങോട്ട് ധാരാളം റോഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ചെകുത്താൻ പാറയിലെ കിടുക്കൻ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ആയിരനായിപ്പടിയിലാണ്. ഈ മഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലെ ആയിരനായിപ്പടിയിൽ നിന്നും റൈറ്റിലോട്ടുള്ള ഈ റോഡാണ് അങ്ങോട്ട് പോകാനുള്ള റോഡ്. അപ്പോൾ നമ്മൾ ഇതിലെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ റെഡിയാണ്. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട്സ്. ഇത് ജുനൈദ്. എന്താ പേരെന്താ? സുഫിയാൻ. ഇത് ശംസീർ. ഇത് നമ്മുടെ സ്വന്തം ഇർഷാദ്. പിന്നെ ഇത് നമ്മളെ ആഷിഖ്. നമുക്ക് പോവല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. അങ്ങനെ അങ്ങോട്ടുള്ള ഓഫ് റോഡ് എത്താനായി. ഇവിടെ ഇഷ്ടംപോലെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ, നേരത്തെ തന്നെ നല്ല നല്ല വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. കുറേ ആളുകൾ ഇപ്പോൾ ഇവിടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കുട്ടേട്ടനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടേട്ടാ, ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റിലോട്ടാണ്. ഇനി പക്ക ഓഫ് റോഡാണ്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ മാക്സിമം ഒരു 6 മണിൻ്റെ മുമ്പെങ്കിലും ആയിരപ്പടിയിൽ നിന്നോ അല്ലെങ്കിൽ അവിടുന്ന് പോരാനുള്ള സ്ഥലത്തു നിന്നോ പോരുക. എന്നെങ്കിലേ കൃത്യസമയത്ത് ഇവിടെ എത്താൻ പറ്റുള്ളൂ. വെയിലായിക്കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനുണ്ടാവില്ല. പിന്നെ അതുപോലെ തലേന്ന് മഴയുള്ള രാത്രിയാണെങ്കിൽ പോന്നു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ നല്ല കോടമഞ്ഞുണ്ടാവും. കോടമഞ്ഞ് പാൽക്കല്ലുപോലെ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ തലേന്ന് അങ്ങനത്തെ ദിവസം നോക്കി പോരുക. പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വെള്ളക്കുപ്പി, അതുപോലെ ചായ, അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതുക. ഇവിടെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇടാതെ വെക്കുക. അങ്ങനെ അവിടുന്ന് എല്ലാവർക്കും വണ്ടി കൊണ്ടുവരാൻ കഴിയില്ല. വണ്ടി കൊണ്ടുവന്ന് ഉറപ്പുള്ളവർ, ധൈര്യമുള്ളവർ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ താഴെ വണ്ടി വെച്ചിട്ട് നടന്നു പോരുക. കൂടുതലും ആളുകളും അതാണ് ചെയ്യുന്നത്.
കുറച്ച് ആളുകളൊക്കെ വണ്ടി കൊണ്ട് കൊണ്ടുവരുന്നുള്ളൂ. അങ്ങനെ നടന്ന് കുഴങ്ങി. ഏതായാലും വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഒരു ഗേറ്റ് കാണും. ഈ ഗേറ്റിലോട്ടാണ് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൂടാരം കാണും. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് അതൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്താനായി. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. കരുതിയ പോലെയല്ല, ഭയങ്കര തിരക്കാണ്. നമ്മളെ എല്ലാ ഫ്രണ്ട്സും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ജുനൈദ്, ഷർഫുദ്ദീൻ, ബഷീർ, ആഷിഖ്, വെള്ളില. മലപ്പുറത്തിനൊരു മിനി ഊട്ടി ഉണ്ട്. അതുപോലെ നമ്മുടെ മലപ്പുറത്തിൻ്റെ മീശപ്പുലിമലയാണ് ഇത്. ഇപ്പോൾ ഇവിടെ വെയിലൊക്കെ ഉദിച്ചു. ഇനി ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നേരത്തെ വരിക. നേരത്തെ വന്നാലേ ഈ വ്യൂ കാണാൻ പറ്റുള്ളൂ. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഈ കോടമഞ്ഞെല്ലാം ഇവിടുന്ന് പോവും. ഇവിടെ വരുമ്പോൾ ഇവിടെ അപകട സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കുട്ടികളായിട്ട് കൊണ്ടുവരുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുക. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക.
ഇവിടെ വരുന്ന സഞ്ചാരികളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇടരുത്. ഇതാ ഇവിടെ കണ്ടോ, അപ്പോൾ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇട്ട് ഇതൊരിക്കലും മലിനമാക്കരുത്. പ്രകൃതി നമുക്ക് തന്ന ഒരു വരദാനമാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ ഇത് മലിനപ്പെടുത്തിക്കൂടാ.